എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിലുള്ള മൂന്നാമത്തെ അധ്യായമാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണം. ഈ അധ്യായത്തിലെ 3 പിൻ പ്ലഗും എർത്തിങ്ങും എന്ന ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളിലെങ്കിലും ഒരു ലോഹ ചട്ടക്കൂട് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ഫ്രെയിം ഉള്ളവ ഉണ്ടാകാം. ഉദാഹരണത്തിന് ഒരു ഇസ്തിരിപ്പെട്ടി. ഇസ്തിരിപ്പെട്ടിക്ക് ഒരു ലോഹ ചട്ടക്കൂടുണ്ട് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ഫ്രെയിം ഉണ്ട്. ചിലപ്പോഴെങ്കിലും ആ ലോഹ ചട്ടക്കൂടുമായി നമ്മുടെ കൈ കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ ഷോക്ക് ഏൽക്കുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഷോക്ക് ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനാണ് 3 പിൻ പ്ലഗുകൾ ഉപയോഗിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന ഒരു ഇസ്തിരിപ്പെട്ടിയുടെ കോയിൽ ഏതൊക്കെ ലൈനുകളുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ഇസ്തിരിപ്പെട്ടിയുടെ ഉള്ളിലുള്ള കോയിൽ നിക്രോം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, നമുക്കറിയാം. ആ നിക്രോം കോയിൽ ഒരു ഫേസ് വയറുമായും ഒരു ന്യൂട്രൽ വയറുമായും കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? ആ കോയിൽ, നിക്രോം കൊണ്ടുള്ള കോയിലിന്റെ ഒരഗ്രം ഫേസ് വയറുമായും മറ്റേ അഗ്രം ന്യൂട്രൽ വയറുമായും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൂന്നാമതൊരു വയറുണ്ട്, അല്ലേ? അതിനെ നമ്മൾ എന്താ വിളിക്കുക? എർത്ത് വയർ എന്ന് വിളിക്കും. ആ എർത്ത് വയർ ഏതുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഇസ്തിരിപ്പെട്ടിയുടെ ലോഹ ചട്ടക്കൂട് അല്ലെങ്കിൽ മെറ്റാലിക് ഫ്രെയിമിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഈ ഇസ്തിരിപ്പെട്ടി അല്ലെങ്കിൽ അയൺ ബോക്സ് നമ്മുടെ കയ്യിൽ നിന്നും താഴെ വീഴാം. ആ സമയത്ത് ഈ നിക്രോം കോയിൽ ഇളകി അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്നും മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇൻസുലേഷൻ തകരാറ് മൂലം ഈ ഫേസ് ലൈൻ ഉപകരണത്തിന്റെ ലോഹ ചട്ടക്കൂടുമായിട്ട് സമ്പർക്കത്തിൽ വരാൻ അല്ലെങ്കിൽ കോണ്ടാക്റ്റിലാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ലോഹ ചട്ടക്കൂടിൽ സ്പർശിക്കുന്ന ഒരാൾക്ക്, അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഒരാൾക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്നും സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി, അങ്ങനെ ഒരാൾ തൊടുന്ന സമയത്ത് ഷോക്ക് ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അത് 3 പിൻ പ്ലഗ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ 3 പിൻ പ്ലഗ് എങ്ങനെയാണ് ഒരാളെ ഷോക്ക് ഏൽക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നത്? ആ കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ 3 പിൻ പ്ലഗിലെ ഇ എന്ന പിൻ, അല്ലെ, ഈ എന്ന പിൻ എർത്ത് ലൈനുമായി സമ്പർക്കത്തിൽ വരുന്നു. ഈ പിൻ ഉപകരണത്തിന്റെ ചട്ടക്കൂടുമായി അല്ലെങ്കിൽ ലോഹ ചട്ടക്കൂടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഏതെങ്കിലും കാരണത്താൽ ഈ ചട്ടക്കൂടിന്, മെറ്റാലിക് ഫ്രെയിമിന് വൈദ്യുതി ബന്ധം വരികയാണെങ്കിൽ വൈദ്യുതി എർത്ത് വയറിലൂടെ ഭൂമിയിലേക്ക് ഒഴുകും അല്ലെങ്കിൽ ഫ്ലോ ചെയ്യും. എർത്ത് വയർ താരതമ്യേന കനം കൂടിയതിനാൽ അല്ലെങ്കിൽ വണ്ണം കൂടിയതിനാൽ പ്രതിരോധം കുറഞ്ഞ സർക്യൂട്ടിലൂടെ ഭൂമിയിലേക്കുള്ള വൈദ്യുതിയുടെ ഒഴുക്കിന്റെ തീവ്രത കൂട്ടുന്നു. തന്മൂലം ഫ്യൂസ് വയറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം വർദ്ധിച്ച് ഫ്യൂസ് വയർ ഉരുകിയോ അല്ലെങ്കിൽ ELCB പ്രവർത്തിച്ചോ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ഇത് ഉപകരണത്തിന്റെയും അത് കൈകാര്യം ചെയ്യുന്ന ആളിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നു. നമ്മളൊരു വസ്ത്രം ഇസ്തിരി ഇട്ടുകൊണ്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെ? അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇസ്തിരിപ്പെട്ടിയുടെ കോയിൽ ഇളകിയിട്ടുണ്ട്, അല്ലെ? ഇസ്തിരിപ്പെട്ടി കുറെ പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണു. അപ്പോഴൊക്കെ ഈ കോയിൽ ഇളകി ഈ ലോഹ ചട്ടക്കൂടുമായിട്ട് കോണ്ടാക്ട് വരാം. ഫേസ് ലൈനിന്റെ ഇൻസുലേഷൻ തകരാറ് മൂലമൊക്കെ ഈ ഫേസ് ലൈൻ ആരുമായിട്ട് കോണ്ടാക്ട് വരാം? ഈ ലോഹ ചട്ടക്കൂടുമായിട്ട് കോണ്ടാക്ട് വരാം. അപ്പൊ നമ്മൾ പോയിട്ട് ഈ ലോഹ ചട്ടക്കൂടിന്റെ മേലെ അല്ലെങ്കിൽ ഈ മെറ്റാലിക് ഫ്രെയിമിന്റെ മേലെ സ്പർശിക്കുകയാണെങ്കിൽ നമ്മുടെ മേലെ എന്ത് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്? ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി എങ്ങോട്ടേക്ക് പോകും? ഭൂമിയിലേക്ക്, എർത്തിലോട്ട് പോകും, അല്ലെ? അപ്പൊ എർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി ഒഴുകുകയും നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടാവുകയും ചെയ്യും. അത് അപകടത്തിന് വഴിതെളിക്കും, ചിലപ്പോൾ മരണം വരെ ഒക്കെ സംഭവിക്കാം. അതായത് നമുക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി ഫ്ലോ ചെയ്യാതിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ശരീരത്തെക്കാൾ പ്രതിരോധം കുറഞ്ഞ, റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു പാത്ത് അവിടെ ഉണ്ടാക്കണം. ആ റെസിസ്റ്റൻസ് കുറഞ്ഞ അല്ലെങ്കിൽ പ്രതിരോധം കുറഞ്ഞ ഒരു പാതയാണ് എന്ത്? എർത്ത് ലൈൻ എന്ന് പറയുന്നത്, അല്ലെ? എർത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ വണ്ണം കൂടിയ ചെമ്പ് കമ്പി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളവയാണ്. പിന്നെ വണ്ണം കൂടിയ ചെമ്പ് കമ്പികൾ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അതിന്റെ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വളരെ കുറയും, അല്ലെ? അപ്പൊ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? അതിലൂടെ വൈദ്യുതി ഒഴുകുകയും നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി ഒഴുകുന്നതിന് പകരം എർത്ത് ലൈനിലൂടെ ഭൂമിയിലേക്ക് വൈദ്യുതി ഒഴുകും. മനസ്സിലാവുന്നോ? അപ്പൊ നമ്മുടെ ശരീരം ഷോക്ക് ഏൽക്കാതെ സംരക്ഷിക്കപ്പെടും. അതാണ് എർത്ത് ലൈൻ ചെയ്യുന്നത്. അപ്പൊ 3 പിൻ പ്ലഗിലെ ഇ എന്ന പിൻ എർത്ത് ലൈനുമായി സമ്പർക്കത്തിൽ വരുന്നു. ഈ പിൻ ഉപകരണത്തിന്റെ ചട്ടക്കൂടുമായി, അതായത് മെറ്റാലിക് ഫ്രെയിമുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഏതെങ്കിലും കാരണത്താൽ ചട്ടക്കൂടിന് ഈ വൈദ്യുതി ബന്ധം വരികയാണെങ്കിൽ എർത്ത് വയറിലൂടെ വൈദ്യുതി ഭൂമിയിലേക്ക് ഒഴുകുന്നു. എർത്ത് വയർ കനം കൂടിയതിനാൽ, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയതിനാൽ
പ്രതിരോധം കുറഞ്ഞ സർക്യൂട്ടിലൂടെ ഭൂമിയിലേക്കുള്ള വൈദ്യുതിയുടെ ഒഴുക്കിന്റെ തീവ്രത കൂടുന്നു. തന്മൂലം ഫ്യൂസ് വയറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് അല്ലെങ്കിൽ താപം വർദ്ധിച്ച് ഫ്യൂസ് വയർ ഉരുകിയോ അല്ലെങ്കിൽ ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ പ്രവർത്തിച്ചോ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ഇത് ഉപകരണത്തിന്റെയും അത് കൈകാര്യം ചെയ്യുന്ന ആളിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നു. എർത്ത് പിന്നിന് മറ്റ് 2 പിന്നുകളെ അപേക്ഷിച്ച് വണ്ണവും നീളവും കൂടുതലായിരിക്കും അല്ലെ. നീളം കൂടുതലായതിനാൽ 3 പിൻ സോക്കറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ എർത്ത് പിൻ സർക്യൂട്ടുമായി ആദ്യം സമ്പർക്കത്തിൽ വരികയും 3 പിൻ സോക്കറ്റിൽ നിന്ന് ഊരുന്ന സമയത്ത് എർത്ത് പിൻ അവസാനം സമ്പർക്കം വിച്ഛേദിക്കുകയും ചെയ്യുന്നതിനാൽ സർക്യൂട്ടിൽ പൂർണ്ണ ഒരു സുരക്ഷ ഉറപ്പുവരുത്താൻ ഈ 3 പിൻ പ്ലഗിന് സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ വൈദ്യുതി നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകാതെ ഏതിലൂടെ ഒഴുകിക്കോളും? എർത്ത് ലൈനിലൂടെ. എർത്ത് വയർ കനം കൂട്ടിയിട്ട് കോപ്പർ വയർ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോപ്പർ വയറിലൂടെ എവിടേക്ക് പോയിക്കോളും? ഭൂമിയിലോട്ട് പോയിക്കോളും അല്ലേ. അപ്പൊ അതിലൂടെ അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഫ്യൂസ് ഘടിപ്പിച്ചിട്ട് ഫ്യൂസ് ഉരുകും. അപ്പൊ വൈദ്യുത പ്രവാഹം അവിടെ തടസ്സപ്പെടും. അതുപോലെ ELCB വെച്ചിട്ടുണ്ടെങ്കിൽ ELCB ബ്രേക്ക് ചെയ്യപ്പെടും, ട്രിപ്പ് ആവും അല്ലേ. അപ്പൊ അങ്ങനെ അവിടുത്തെ വൈദ്യുത പ്രവാഹത്തെ തടസ്സപ്പെടുത്താൻ ഇന്ന് കുറെ മാർഗങ്ങളുണ്ട്. ശരിയാണല്ലോ. ഇനി നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി എന്താണ്? AC ആണ്. പക്ഷേ AC എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, പ്രത്യാവർത്തി ധാരാ വൈദ്യുതി. നമുക്കറിയാം ഓരോ സെക്കൻഡിലും അതിന്റെ എന്താണ് അളവ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ദിശാ വ്യതിയാനമുള്ള വൈദ്യുതിയാണ് നമ്മൾ എന്ത് വിളിക്കുക? AC വൈദ്യുതി എന്ന് വിളിക്കുക. പക്ഷേ പല ഉപകരണങ്ങളും DC-യിലാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. ഇപ്പോൾ TV പ്രവർത്തിക്കുന്നത് DC-യിലാണ്. അതുപോലെ കാൽക്കുലേറ്റർ DC-യിൽ പ്രവർത്തിക്കുന്നവയാണ്. കമ്പ്യൂട്ടർ DC-യിൽ പ്രവർത്തിക്കുന്നവയാണ്. റേഡിയോ, വാച്ച്, കളിപ്പാട്ടം, ഡിജിറ്റൽ ക്യാമറ, മൊബൈൽ ഫോൺ, റിമോട്ട് കൺട്രോൾ തുടങ്ങിയൊക്കെ തന്നെ DC-യിൽ പ്രവർത്തിക്കുന്നവയാണ്. എന്നാൽ AC-യിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഫാന്, ലൈറ്റ്, മിക്സി, ഗ്രൈൻഡർ, ഹീറ്റർ, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ, വാഷിംഗ് മെഷീൻ, ഇലക്ട്രിക് അയൺ, എയർ കണ്ടീഷണർ തുടങ്ങിയവ. ഇപ്പോൾ മൊബൈൽ ഫോൺ ബാറ്ററിയിൽ നിന്ന് DC ആണ് ലഭിക്കുന്നത്. എന്നാൽ അത് ചാർജ് ചെയ്യുന്ന സമയത്ത് AC ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ DC-യിൽ മാത്രം പ്രവർത്തിക്കുന്ന പല ഉപകരണങ്ങളിലും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്താണ്? AC ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് ഇവിടെ? ഈ AC-യെ എന്താക്കി മാറ്റും? DC ആക്കി മാറ്റിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മൊബൈൽ ചാർജർ AC-യെ DC ആക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പൊ വീട്ടിലുള്ള പല ഉപകരണങ്ങളും AC-യെ DC ആക്കി മാറ്റിയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കി മാറ്റും. എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ? ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി. ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാലോ ഒരേ ദിശയിലുള്ള വൈദ്യുതി. അപ്പൊ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയെ ഒരേ ദിശയിലാക്കി മാറ്റിയിട്ടാണ് പല ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത്. അതായത് AC-യെ DC ആക്കി മാറ്റിയിട്ടാണ് പല ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത്. ഈ AC-യെ DC ആക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് റെക്ടിഫയർ. എന്താണ് വിളിക്കുക? റെക്ടിഫയർ എന്നാണ് വിളിക്കുക. അപ്പോൾ റെക്ടിഫയറിലെ പ്രധാന ഘടകമാണ് ഡയോഡ്. അപ്പൊ ഡയോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് AC-യെ എന്താക്കി മാറ്റുന്നത്? DC ആക്കി മാറ്റുന്നത്. ഇനി വൈദ്യുത സർക്യൂട്ടുമായോ ഉപകരണങ്ങളുമായോ ഇടപഴകുന്ന സമയത്ത് നിർബന്ധമായും ചില മുൻകരുതലുകൾ പാലിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ മൊത്തമുണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങളിൽ 10% സംഭവിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ്. വൈദ്യുതാഘാതം മരണത്തിനും കാരണമാകാം. അതിനാൽ സുരക്ഷിതമായി വൈദ്യുതി ഉപയോഗിക്കേണ്ടതുണ്ട്. ഇൻസുലേഷൻ ഇല്ലാത്ത വയറുകൾ, ഇൻസുലേഷന് ക്ഷതം സംഭവിച്ച കേബിളുകൾ എന്നിവ സ്പർശിക്കുകയോ ഇടിമിന്നൽ ഏൽക്കുകയോ ചെയ്യുന്ന സമയത്ത് വൈദ്യുതാഘാതം ഉണ്ടാകുന്നു. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് കൊണ്ട് തീവ്രമായ പരിക്കുകൾ ഏൽക്കാനിടയുണ്ട്. ഷോക്കിന് പുറമെ പൊള്ളലുകളും ഉണ്ടാകാം. ആർക്കെങ്കിലും ഷോക്ക് ഏൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. വൈദ്യുതാഘാതമേറ്റ വ്യക്തിയെ ഉണങ്ങിയ തടികഷ്ണം കൊണ്ടോ വൈദ്യുതവാഹിയല്ലാത്തതും ഈർപ്പരഹിതവുമായ വസ്തു ഉപയോഗിച്ചോ വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപെടുത്തുക. അതായത് ഇലക്ട്രോക്യൂട്ടഡ് പേഴ്സണെ ഡ്രൈ ആയിട്ടുള്ള ഇൻസുലേറ്റഡ് മെറ്റീരിയൽ കൊണ്ട് അയാളെ മാറ്റുക അല്ലെ. നെവർ ടച്ച് ദ അഫക്റ്റഡ് പേഴ്സൺ യൂസിങ് ബെയർ ഹാൻഡ്. വെറും കൈയോട് കൂടി ഷോക്ക് ഏറ്റയാളെ ഒരിക്കലും പിടിക്കരുത്. ഹൈ വോൾട്ടേജ് ഷോക്കുകൾ ചിലപ്പോൾ പരിക്കുകൾ ഉണ്ടാക്കില്ലെങ്കിലും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം ഇത് തലച്ചോറിനെ കാര്യമായി ബാധിക്കും. അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി, ഡിപ്രഷൻ, ആങ്സൈറ്റി, പക്ഷാഘാതം തുടങ്ങിയവ ഉണ്ടാകാം. ചെറിയ വോൾട്ടേജ് ആണെങ്കിലും അബോധാവസ്ഥ, സ്പർശനശേഷി തകരാറ്, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ് എന്നിവ ഉണ്ടാകാം. ഇനി വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നനഞ്ഞ കൈകൊണ്ട് വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുകയോ സ്വിച്ച് പ്രവർത്തിപ്പിക്കുകയോ ചെയ്യരുത്.
ഈർപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ, മോയ്സ്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടും. അതായത് നമ്മുടെ ശരീരത്തിന് നനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ വളരെ നന്നായിട്ട് വൈദ്യുതിക്ക് കടന്നു പോകാൻ സാധിക്കും. സ്വിച്ച് ഓഫ് ആക്കിയ ശേഷം മാത്രമേ സോക്കറ്റിൽ പ്ലഗ് ഘടിപ്പിക്കാനും സോക്കറ്റിൽ നിന്ന് വിടുതൽ ചെയ്യാനും പാടുള്ളൂ. സാധാരണ സോക്കറ്റിൽ പവർ കൂടിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. പവർ കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് കൂടുതൽ കറണ്ട് ആ വയറിലൂടെ കടന്നു പോകുന്നതിന് ഇടയാക്കും. കൂടുതൽ കറണ്ട് കടന്നു പോകുന്നത് കൂടുതൽ ഹീറ്റ്, കൂടുതൽ താപം ഉണ്ടാകുന്നതിനും അതുവഴി തീപിടുത്തത്തിനും കാരണമാകും. വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടി വരുമ്പോൾ റബ്ബർ ചെരുപ്പ് ധരിക്കുക. റബ്ബർ ചെരുപ്പ് ധരിക്കുക. റബ്ബർ ചെരുപ്പ് നല്ലൊരു ഇൻസുലേറ്റർ ആണ് അല്ലേ? അതിലൂടെ വൈദ്യുതി കടന്നു പോയില്ല. അപ്പോൾ അത് ചെറിയ ഷോക്കിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കും. കേബിൾ ടിവിയുടെ അഡാപ്റ്ററിന്റെ ഉൾവശത്ത് സ്പർശിക്കരുത്. അഡാപ്റ്ററിന് വൈദ്യുതി പ്രവഹിക്കാത്ത അടപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വൈദ്യുതി ലൈനുകൾക്ക് സമീപം പട്ടം പറത്തരുത് അല്ലേ? ടേബിൾ ഫാൻ ഉപയോഗിച്ച് തലമുടി ഉണക്കരുത്. നനഞ്ഞ തലമുടിയിലൂടെ എന്തേൽക്കാനുള്ള സാധ്യതയുണ്ട്? ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. വൈദ്യുത ലൈനുകൾക്ക് സമീപം ഉയരമുള്ള കെട്ടിടങ്ങൾ, മരങ്ങൾ എന്നിവ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. കാറ്റടിക്കുന്ന സമയത്തൊക്കെ ഈ മരങ്ങളൊക്കെ വൈദ്യുത ലൈനുകൾ പൊട്ടിവിടാനുള്ള സാധ്യതയുണ്ട്. ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുമ്പോൾ മെയിൻ സ്വിച്ച്, ELCB എന്നിവ ഓഫ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇടിമിന്നലുണ്ടാവുന്ന അവസരത്തിൽ വൈദ്യുത സർക്യൂട്ടുമായി സമ്പർക്കത്തിൽ വരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യരുത്. സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എക്സസ് കറണ്ട് ഇൻ സർക്യൂട്ട് ഡ്യൂറിംഗ് ലൈറ്റ്നിങ്. ഇടിമിന്നലിന് സാധ്യതയുള്ള അവസരങ്ങളിൽ അതിനു മുമ്പായി ഉപകരണങ്ങളുടെ പ്ലഗ് സോക്കറ്റിൽ നിന്ന് വിടുതൽ ചെയ്തു വെക്കണം. മഴയും കാറ്റുമുള്ള അവസരങ്ങളിൽ വൈദ്യുത ലൈനുകൾ ഭൂമിയിൽ സ്പർശിച്ച് അപകട സാധ്യതയുള്ളതിനാൽ അക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യങ്ങളിൽ പ്രളയം മൂലമോ മറ്റോ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡുകൾ, മെയിൻ സ്വിച്ച് എന്നിവ പൂർണ്ണമായും ഉണങ്ങിയ ശേഷം മാത്രം വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യണം. ഇനി വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. നമ്മുടെ ശരീരത്തിൽ വൈദ്യുതാഘാതം ഏൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കുന്ന സമയത്ത് നാഡീകോശങ്ങൾക്ക് അല്ലെങ്കിൽ നെർവ് സെല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. ഈ നെർവ് സെല്ലുകൾ അല്ലെങ്കിൽ നാഡീകോശങ്ങളാണ് നമ്മുടെ തലച്ചോറുമായിട്ട് നമ്മുടെ ശരീരത്തെ കണക്ട് ചെയ്യുന്നത്. തലച്ചോറിലെ ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ശരീരത്തിലെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ സ്ഥിരമായി നിലനിർത്തുന്നത്. അപ്പോൾ നെർവ് സെല്ലുകൾ അല്ലെങ്കിൽ നാഡീകോശങ്ങൾ നശിക്കുന്നത് മൂലം ഈ ഹൈപ്പോതലാമസിലേക്ക് വിവരം കൈമാറ്റം അസാധ്യമായിട്ട് തീരുന്നു. അങ്ങനെ വിവര കൈമാറ്റം അസാധ്യമായി തീർന്നാൽ നമ്മുടെ ശരീരത്തിലെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ സ്ഥിരമായി നിലനിർത്താൻ ഹൈപ്പോതലാമസിന് കഴിയാതെയാകും. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ താപനില കുറയുകയും രക്തത്തിന്റെ വിസ്കോസിറ്റി കൂടി, അതായത് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകാനുള്ള തടസ്സം, കട്ടി കൂടും അല്ലെ? രക്തം കട്ട പിടിക്കുകയും ചെയ്യും. ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ശരിയല്ലേ? അപ്പൊ ശരീരത്തിലെ പേശികളൊക്കെ ചുരുങ്ങും. അപ്പൊ രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? രക്തത്തിന് ഒഴുകാനൊക്കെ തടസ്സം അനുഭവപ്പെടും. നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകളിലേക്ക്, കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്താതെയാകും. ഓക്സിജൻ എത്തിയില്ലെങ്കിലോ കോശമരണം അല്ലെങ്കിൽ നമ്മുടെ മരണം തന്നെ സംഭവിക്കാം. അപ്പൊ ഷോക്കേറ്റയാളും വൈദ്യുത കമ്പിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ച ശേഷം മാത്രമേ പ്രഥമ ശുശ്രൂഷ നൽകാവൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്താ ചെയ്യേണ്ടത്? ശരീര താപനില വർദ്ധിപ്പിക്കുക. റേസ് ദി ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ബൈ മസാജിങ്. ശരീരം തിരുമ്മി ചൂട് പിടിപ്പിക്കുക. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. മസിലുകൾ തിരുമ്മി പൂർവ്വസ്ഥിതിയിലാക്കുക. മസാജ് ദി മസിൽസ് ആൻഡ് ബ്രിങ് ദം ടു ദ ഒറിജിനൽ കണ്ടീഷൻ. ഹൃദയം പ്രവർത്തിപ്പിക്കാനുള്ള പ്രഥമ ശുശ്രൂഷ ആരംഭിക്കുക. നെഞ്ചിൽ ക്രമമായി ശക്തിയായി അമർത്തുക. സ്റ്റാർട്ട് ഫസ്റ്റ് എയ്ഡ് ഫോർ ദി ഫംഗ്ഷനിങ് ഓഫ് ദ ഹാർട്ട്. അപ്ലൈ പ്രഷർ ഓൺ ദ ചെസ്റ്റ് റെഗുലർലി. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ടേക്ക് ദ പേഴ്സൺ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഇമീഡിയറ്റ്ലി. ഇപ്പോൾ വൈദ്യുതി ഇല്ലാതെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വൈദ്യുതി നിത്യജീവിതത്തിലെ ഒരു അവശ്യ ഘടകമായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ നാളേക്ക് ആവശ്യമായ ഈ ഊർജത്തിന്റെ ഉപഭോഗം കഴിയുന്നത്ര കുറയ്ക്കേണ്ടതാണ്. വൈദ്യുതി അത്യന്തം ഉപകാരപ്രദവും എന്നാൽ അപകട സാധ്യതയുള്ളതുമായ ഊർജ്ജരൂപമാണ്. അതുകൊണ്ട് വൈദ്യുത ഉപകരണങ്ങൾ അതീവ ശ്രദ്ധയോടെ മാത്രമേ കൈകാര്യം ചെയ്യാവൂ. ഈ വീഡിയോ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ വീക്ഷിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ടിൽ കുറിച്ചു വെക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.